പേതുർത്ത ഞായർ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഏറെ പ്രചാരമുള്ള, നമ്മളൊക്കെ ഉപയോഗശീലിച്ചിട്ടുള്ള വാക്കാണ് പേതുർത്ത എന്നുള്ളത്. ദൈവം നമുക്ക് വേണ്ടി വളരെ പ്രത്യേകമായി ഒരു കാര്യം ചെയ്യാൻ വരുന്ന കാലമാണ്. ദൈവമഹത്വം വെളിപ്പെടുന്നതിന് മുമ്പ് ഒരു കാത്തിരിപ്പുണ്ട്. യഥാർത്ഥ ദൈവദർശനം ഇരിക്കുന്നത് കർത്താവിനെ കാണുന്നതിലല്ല എന്ന്, മറിച്ച് കർത്താവിൻ്റെ തിരുസാന്നിധ്യത്തിൻ്റെ അനുഭവത്തിലാണ്. നോമ്പ് കാലം ഇമിറ്റേഷൻ അല്ല, കർത്താവിനെ അനുകരിക്കാനുള്ള ശ്രമങ്ങളല്ല, മറിച്ച് കർത്താവിൽ പങ്കുചേരാനുള്ള ശ്രമങ്ങളാണ്. എന്തുകൊണ്ടാണ് ഈശോയ്ക്ക് ഈ പ്രലോഭനമൊക്കെ നേരിടേണ്ടി വന്നത്? പിശാചിനാൽ കർത്താവ് പരീക്ഷിക്കപ്പെട്ടത് കൊണ്ട് എങ്ങനെയാണ് പിശാചിനെ തോൽപ്പിക്കേണ്ടതെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചില്ലേ? പ്രലോഭനത്തിന് മുമ്പും പ്രലോഭനത്തിന്റെ നേരത്തും പ്രലോഭനങ്ങൾക്ക് ശേഷവും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ്. എല്ലാ സമൃദ്ധിയുടെ നടുക്ക് ആദം പിശാചിന്റെ കെണിയിൽ വീണുപോയെങ്കിൽ മരുഭൂമിയിൽ ഈശോ പിശാചിനെ തോൽപ്പിക്കും. നമ്മൾ പലരും വീണു പോകുന്നത് മരങ്ങൾക്കിടയിലാണ്. ഒത്തിരി ദൈവാനുഗ്രഹം സ്വീകരിച്ചവരാണ് നമ്മൾ, ഒത്തിരി അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ കണ്ടവരാണ്, ഏദനിൽ ജീവിക്കുന്നവരാണ്. എന്നിട്ടും ആ മരങ്ങൾക്കിടയിൽ നമ്മൾ വീണു പോകുന്നെങ്കിൽ, കർത്താവേ, മരുഭൂമിയിലും മരുഭൂമിയുടെ ഊഷരതയിലും കൊടിയ കാഠിന്യത്തിലും കഠോര ചൂടിലും പിശാചിനെ തോൽപ്പിച്ചവനെ, നിന്റെ ആത്മാവിന്റെ പങ്ക് ഞങ്ങളെയും ബലപ്പെടുത്തട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഫെബ്രുവരി 15 ഞായർ, പേതുർത്ത ഞായർ. പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന വചനഭാഗങ്ങൾ: ഒന്നാം വായന പുറപ്പാട് പുസ്തകം 24 അധ്യായം 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. രണ്ടാം വായന പ്രഭാഷകന്റെ പുസ്തകം 2 അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ലേഖനം ഹെബ്രായ ലേഖനം 2 അധ്യായം 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. സുവിശേഷം ലൂക്കാ സുവിശേഷം 4 അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. നമ്മൾ ഇന്ന് ഈ 4 വായനകളിലൂടെ യാത്ര ചെയ്യുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, പേതുർത്ത എന്ന വാക്കിനെ കുറിച്ച്. 2, ഈ നോമ്പ് കാലത്ത് ഫീഡ് മൈ ഷീപ്പ് നിങ്ങൾക്കായി ഒരുക്കുന്ന ശുശ്രൂഷകളെക്കുറിച്ച്. അപ്പോൾ ഈ വചനവ്യാഖ്യാനം മാത്രം കേൾക്കാനിരിക്കുന്നവരാണെങ്കിൽ 2 മിനിറ്റ് മുന്നോട്ട് ഫോർവേഡ് ചെയ്താലും കുഴപ്പമില്ല. അല്ലാത്തവർ, ഫീഡ് മൈ ഷീപ്പിൻ്റെ സ്ഥിരം സഹയാത്രികരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഇത് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. പേതുർത്തയെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവർ നിന്ന് കേട്ടുപോയാൽ മതി കേട്ടോ. പേതുർത്ത സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഏറെ പ്രചാരമുള്ള, നമ്മളൊക്കെ ഉപയോഗശീലിച്ചിട്ടുള്ള വാക്കാണ് പേതുർത്ത എന്നുള്ളത്. അത് അർത്ഥമാക്കുന്നത് നോമ്പ് തുടങ്ങുന്നതിൻ്റെ തൊട്ട് തലേ ദിവസത്തെ വിളിക്കുന്ന പേരാണ് പേതുർത്ത. പ്രത്യേകിച്ച് ഞായറാഴ്ച ഇത് പേതുർത്ത ഞായറാണ്. പേതുർത്ത എന്നും പേത്രത്ത എന്നുമൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ദിവസമാണ്. എൻ്റെ കുഞ്ഞുനാളിൽ ഓർമ്മയിലുണ്ട്, താറാവിനെയൊക്കെ കൊന്ന്, ഞങ്ങൾ കുട്ടനാട്ടുകാരായതുകൊണ്ട് താറാവ് കറിയൊക്കെ വെച്ച്, അല്ലെങ്കിൽ കോഴിക്കറിയോ ബീഫോ എന്താണെന്ന് വെച്ചാൽ സുഭിക്ഷമായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കും. അപ്പോൾ ഈ ഭക്ഷണമൊക്കെ തരുമ്പോൾ അമ്മച്ചി പറയും, ഇത് കഴിഞ്ഞു കേട്ടോ, ഇനി ഇങ്ങോട്ട് നോമ്പാണ്. അത് പറഞ്ഞൊരുക്കിയാണ് പേതുർത്ത ഞായർ നമ്മൾ ആഘോഷിക്കാറുള്ളത്. പേത്തൊർത്ത് എന്ന സുറിയാനി വാക്കിൽ നിന്നാകാം ഇത് വന്നതെന്ന് പറയപ്പെടുന്നു. പത്തർ എന്ന ക്രിയാപദത്തിൻ്റെ അർത്ഥം പുളിച്ചില്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പത്തറിൻ്റെ നാമരൂപമായിട്ട് പേതുർത്ത അല്ലെങ്കിൽ പേത്തൊർത്ത് വന്നതാകാം. ഒപ്പം തന്നെ പതൂസ എന്നുള്ള സുറിയാനി വാക്കുകൾക്ക് കടന്നു പോകൽ, അവസാനിപ്പിക്കൽ എന്നൊക്കെ അർത്ഥമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ നോമ്പുമായിട്ട് വേണമെങ്കിൽ നമുക്ക് ബന്ധിപ്പിച്ച് മനസ്സിലാക്കാം. കടന്നു പോകൽ, ഞങ്ങൾ ഇതുവരെ ജീവിച്ച ഒരു ജീവിത രീതിയിൽ നിന്നുള്ളൊരു കടന്നു പോകൽ, അല്ലെങ്കിൽ അതിൻ്റെ അവസാനിപ്പിക്കൽ ഒക്കെ ആയിട്ട് ഇതിനെ മനസ്സിലാക്കാവുന്നതാണ്. ഏതായാലും നോമ്പെടുക്കാൻ നമുക്കൊരുങ്ങാം. പേതുർത്ത ഞായർ ഏറ്റവും ഭംഗിയായിട്ട് ആഘോഷിക്കുകയും ചെയ്യാം. ഈ നോമ്പ് കാലം ഞാൻ പൊതുവെ പറയാറുണ്ട്, നമ്മൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഏറ്റവും ആത്മീയ ഫലസമ്പുഷ്ടിയുടെ കാലമാണ് നോമ്പ് കാലം. വളക്കൂറുള്ള മണ്ണാണ് നോമ്പ് കാലം. എന്ത് വിതച്ചാലും കിളുക്കുന്ന കാലമാണ് നോമ്പ് കാലം. കാരണം നമ്മൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്, ആണ്ടുവട്ടത്തിൽ ഈ നോമ്പ് കാലം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മളൊക്കെ മാറ്റിവെക്കും. ഒരു ഉപവാസവും നോമ്പ് എടുക്കാത്തവരും ഈ കാലത്ത് നോമ്പെടുക്കും, ഉപവാസം എടുക്കും. അങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ കൃത്യമായിട്ട് പോകാത്ത ഒത്തിരി പേര് ഈ 50 ദിവസം പരിശുദ്ധ കുർബാന മുടക്കാതെ എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം കുർബാനയിൽ പങ്കെടുക്കും. പുണ്യപ്രവർത്തികൾ ചെയ്യാൻ ശ്രമിക്കും, പരിത്യാഗം ചെയ്യാൻ ശ്രമിക്കും,
തീർത്ഥാടനങ്ങൾ പോകും നമ്മൾ ഈ നോമ്പ് കാലത്ത്. അങ്ങനെ അദ്ദേഹം പറയും, നോമ്പ് കാലം ആത്മീയ ജീവിതത്തിൻ്റെ വളക്കൂറുള്ള കാലമാണ് നോമ്പ് കാലം. അപ്പം അതിനോട് ചേർത്ത് ഫീഡ് മൈ ഷീപ്പും ഇടയ്ക്ക് ഞാനിങ്ങനെ തളർത്തിയിടുന്നതായിട്ട് നിങ്ങൾക്കറിയാം. ഇടയ്ക്ക് ഞാൻ തന്നെ അങ്ങനെ വാശി പിടിക്കത്തില്ല, എല്ലാ ദിവസവും പ്രോഗ്രാം ചെയ്യാം, എല്ലാ ദിവസവും വീഡിയോസ് ഇടാം, ഒന്നും വാശി പിടിക്കാറില്ല. ഇടയ്ക്കൊരു ഗ്യാപ്പ് ഇടും. അപ്പോൾ ആ ഗ്യാപ്പ് കുറഞ്ഞൊരു ഇടവേള നടന്നു, ആ ഇടവേള ഉണ്ടായിരുന്നു, ആ ഇടവേളയുടെ കാലം കഴിയാറായി. വീണ്ടും ഫീഡ് മൈ ഷീപ്പ് സജീവമാവുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ ഇതിനെ ആദ്യം ഏൽപ്പിക്കുന്ന ഒരു കാര്യം, ഇത് മുഴുവൻ കേട്ടിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ആർക്കെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് അറിയാത്തവരും കാണുമല്ലോ, അവർക്ക് ഈ ഫീഡ് മൈ ഷീപ്പിൻ്റെ ശുശ്രൂഷകളെ പരിചയപ്പെടുത്തി കൊടുക്കുക, അവരോടും കൂടി ഈ കൂട്ടായ്മയുടെ ഭാഗമാകാൻ പറഞ്ഞ് സജസ്റ്റ് ചെയ്യുക. നമ്മൾ ഈ നോമ്പ് കാലത്ത് ചെയ്യുന്ന ശുശ്രൂഷകൾ വേഗം പറയാം. എല്ലാ ദിവസവും രാവിലെ 5:30 ദ 5:30 ബ്ലെസ്സിങ് ഉണ്ടായിരിക്കും. 5:30 ബ്ലെസ്സിങ് നിങ്ങൾക്കറിയാം, 5 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള, രാവിലെ ഒന്ന് കുരിശു വരച്ച് തുടങ്ങി, ഒരു വചനം പറഞ്ഞ്, ഒരു ചെറിയ പാട്ടുപാടി, ആ വചനത്തിൻ്റെ വിചിന്തനം പങ്കുവെച്ച്, ഒരു പ്രാർത്ഥന ഉരുവിട്ട്, ഒരു ആശീർവാദം, ഇത്രയേ ഉള്ളൂ. രാവിലെ ഒരു പാട്ട്, ഒരു വചനം, ഒരു റിഫ്ലക്ഷൻ, ഒരു പ്രയർ, ഒരു ആശീർവാദം. അത്ര ലളിതമായിട്ട് നമ്മൾ 5 മിനിറ്റ് സമയത്ത് ചെയ്യുന്നൊരു ശുശ്രൂഷയാണ്. എല്ലാവരും പങ്കെടുക്കാൻ. ഈ നോമ്പ് കാലത്ത് ഇത് കഴിവതും മുടക്കാതെ നിങ്ങളിലേക്ക് 50 ദിവസവും എത്തുന്നതായിരിക്കും. മറ്റൊന്ന്, നോമ്പ് കാലത്തിൻ്റെ ഒരു ധ്യാനം. നമ്മൾ 3 നോമ്പിനൊരു ധ്യാനം വെച്ചായിരുന്നല്ലോ, അതുപോലെ നോമ്പ് കാലത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലുമായിട്ട് വൈകുന്നേരം 8 മണിക്ക് നിങ്ങളിലേക്ക് ഒരു ധ്യാനം എത്തുകയാണ്. മാർഗം എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. മാർഗം, ദ വേ, എ ജേർണി ഫ്രം ആഷസ് ടു അല്ലേലൂയ. ചാരത്തിൽ നിന്ന് ദൈവസ്തുതിയിലേക്കുള്ള യാത്രയാണ്. വിഭൂതി തിങ്കളാഴ്ച ചാരത്തേലാണ് നമ്മൾ ആരംഭിക്കുന്നത്. ചാരത്തിൽ നിന്ന് ദൈവസ്തുതികളിലേക്ക് ഹല്ലേലൂയ മുഴങ്ങും എന്ന് ഉയർപ്പ് ഞായറാഴ്ച അന്ന് വരെയുള്ളൊരു യാത്രയാണത്. വൈകുന്നേരം 8 മണിക്കാണത് എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. 8 മണി സമയം വെച്ചത് ഒന്നുകിൽ കുരിശുവര കഴിഞ്ഞിട്ട് കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കേൾക്കാനാണ്, അല്ലെങ്കിൽ കുരിശുവരയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരുമിച്ചിരുന്ന് കേൾക്കുക, പങ്കുവയ്ക്കുക മറ്റുള്ളവർക്ക്. ഇനി ഒട്ടും പറ്റിയില്ല, പല തിരക്കുകൾ, വൈകുന്നേരം കിടക്കാൻ പോകുന്നതിന് മുമ്പെങ്കിലും അതൊന്ന് കേട്ട് പ്രാർത്ഥിച്ചിട്ട് നോമ്പ് കാലത്തിൻ്റെ അരൂപിയിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ ആയിരിക്കാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. മറ്റൊന്ന്, ഒരു സ്പെഷ്യൽ ശുശ്രൂഷ നോമ്പ് കാലത്തോട് ബന്ധപ്പെട്ടല്ലെങ്കിലും ഈ സമയത്ത് തന്നെ അതും ഇങ്ങനെ വന്നു പോയതാണ്. മാർച്ച് 19 യൗസേ പിതാവിൻ്റെ മരണ തിരുനാളാണ്. കഴിഞ്ഞ വർഷം മാർച്ച് 19 യൗസേ പിതാവിൻ്റെ തിരുനാളിനൊരുക്കമായിട്ട് 10 ദിവസം യൗസേ പിതാവിനെ കുറിച്ചുള്ള പ്രബോധനങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ഒത്തിരി പേര് അതിൽ പങ്കെടുത്തതാണ്. യൗസേ പിതാവിനെ കുറിച്ച് ടീച്ചിങ്സ് തന്നുകൊണ്ടിരുന്നു. ആ എപ്പിസോഡ്സ് ഇപ്പോഴും ഫീഡ് മൈ ഷീപ്പിലുണ്ട്, പ്ലേലിസ്റ്റായിട്ട് സെയിൻറ്റ് ജോസഫിൻ്റെ പേരിലുണ്ട്, അത് കണ്ടു നോക്കുക. നമ്മൾ ഇത്തവണ ചെയ്യുന്നത്, നമ്മൾ മുമ്പ് ശാലോം ടി വിയിലൂടെ വിമല ഹൃദയ പ്രതിഷ്ഠ നമ്മൾ നടത്തിയായിരുന്നു. നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും. 33 ദിവസം പ്രാർത്ഥിച്ചൊരുങ്ങി തിരുനാളിൻ്റെ ദിവസം പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുന്ന ശുശ്രൂഷ. അതുപോലെ യൗസേ പിതാവിനോടുള്ള 33 ദിവസത്തെ പ്രതിഷ്ഠ നമ്മൾ ആരംഭിക്കുകയാണ്. അത് ഫെബ്രുവരി 15 ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണ് ആദ്യത്തെ പ്രയർ വരുന്നത്. എല്ലാ ദിവസവും മാർച്ച് 19 വരെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഈ പ്രയർ വരും. അതൊരു ചെറിയ 5 മിനിറ്റ് സമയമുള്ള ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയാണ്. 33 ദിവസം നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി 19 മാർച്ച് 19 യൗസേ പിതാവിന് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും പ്രതിഷ്ഠിക്കുന്ന ശുശ്രൂഷയാണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫീഡ് മൈ ഷീപ്പിൽ വരികയാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. നമുക്കിന്ന് ഇന്നത്തെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ഈ 4 വായനകളിലൂടെ യാത്ര ചെയ്യാം. നോമ്പ് കാലത്തിൻ്റെ 1-ാം ഞായറാഴ്ചയാണ്. നിങ്ങളൊരു കാര്യം ഓർക്കേണ്ടത്, ഈ നോമ്പ് നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്ന എന്തോ വലിയ കാര്യമാണെന്ന് വിചാരിക്കരുത്. നോമ്പ് എടുക്കണം, എല്ലാവരും എടുക്കുമ്പോഴൊരു കാര്യം ഓർത്തേക്കണം. ഡോണ്ട് തിങ്ക് ദാറ്റ് യു ആർ ഡൂയിങ് സംതിങ് ഫോർ ഗോഡ്. ദൈവത്തിന് അതിൻ്റെ ആവശ്യമില്ല, മറിച്ച് ഗോഡ് ഡസ് സംതിങ് സ്പെഷ്യൽ ഫോർ അസ്. ദൈവം നമുക്ക് വേണ്ടി വളരെ പ്രത്യേകമായി ഒരു കാര്യം ചെയ്യാൻ വരുന്ന കാലമാണ് നോമ്പ് കാലമെന്ന് തിരിച്ചറിയണം. ഗോഡ് ടേക്സ് ദ ഇനിഷ്യേറ്റീവ്. ഇന്നത്തെ 4 വായനകളുടെ ഒരു ചരട് പറയട്ടെ. 1-ാമത്തെ വായന പുറപ്പാട് പുസ്തകമല്ലേ, 2-ാമത്തെ പ്രഭാഷകൻ, 3-ാമത്തെ ഹെബ്രായ ലേഖനം, 4-ാമത്തത് മത്തായി സുവിശേഷം. ഈ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് കർത്താവ് മോശയെ മലമുകളിലേക്ക് വിളിക്കുകയാണ്, ഒന്നും മാറ്റി നിർത്തുകയാണ്, മലമുകളിലേക്ക് വിളിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നത് പരീക്ഷണങ്ങൾ ഉണ്ടാകും എന്നാണ്. യു ആർ ടെസ്റ്റഡ്, പരീക്ഷണങ്ങൾക്ക് വിധേയമാകും. അപ്പോൾ ഒന്ന് ചെയ്യുന്നത് മലമുകളിലേക്ക് കയറുന്നു, പരീക്ഷണം ഉണ്ടാകുന്നു. 3-ാമത്തത് മിശിഹായോട് ചേർന്നുള്ള സഹനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ കർത്താവുമായുള്ള സോളിഡാരിറ്റി, കർത്താവുമായുള്ള ഐക്യം. 4-ാമത്തത് കർത്താവ് മരുഭൂമിയിൽ പ്രലോഭനങ്ങളെ ജയിക്കുന്നതാണ്. അപ്പോൾ കർത്താവിനോട് ചേർന്നുള്ള വിജയം, മലമുകളിലേക്കുള്ള ആരോഹണം, പരീക്ഷണങ്ങൾ,
കർത്താവിനോട് ചേർന്നുള്ള സഹനം, കർത്താവിനോട് ചേർന്നുള്ള വിജയം. ഇതാണ് ഇന്നത്തെ 4 വായനകൾ. ഒന്നാം വായന പുറപ്പാട് പുസ്തകം. പെട്ടെന്ന് ഞാൻ കാര്യം പറയാം. അപ്പോൾ നിങ്ങളും ആ പ്രാർത്ഥനയോടും താല്പര്യത്തോടും ഒന്ന് കേൾക്കുക. പിന്നീട് എപ്പോഴെങ്കിലും സമയമെടുത്ത് ധ്യാനിക്കുക. ബൈബിൾ വായിക്കാൻ പറ്റുന്നവർ ബൈബിൾ വായിക്കുകയും ചെയ്യുക. ഒന്നാമത്തെ വായനയിൽ ഈ മഹത്വത്തിൻ്റെ മലമുകളിലേക്ക് മോശയെ കർത്താവ് വിളിക്കുകയാണ്. അവിടെ ഓർക്കേണ്ടത് കർത്താവാണ് ക്ഷണിക്കുന്നത്. നേരത്തെ പറഞ്ഞ കാര്യം ഗോഡ് ഇനിഷ്യേറ്റ്സ്. നമ്മൾ കാണുന്ന കാഴ്ച, അവിടെ 6 ദിവസം മോശ കർത്താവിൻ്റെ സ്വരത്തിനു വേണ്ടി കാത്തിരിക്കുന്നു. 7-ാം ദിവസം കർത്താവ് സംസാരിക്കുന്നു. മേഘം മോശയെ പൊതിയുന്നു. 40 ദിവസത്തിൻ്റെ 40 രാവും 40 പകലും അവൻ മലമുകളിൽ ചെലവഴിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതിനകത്ത് 1-2 ചിന്തകൾ. ഒന്ന്, ദൈവമഹത്വത്തിന് മുമ്പ് ഒരു കാത്തിരിപ്പുണ്ട്. ദൈവമഹത്വം വെളിപ്പെടുന്നതിന് മുമ്പ് ഒരു കാത്തിരിപ്പുണ്ട്. അത് കർത്താവ് വിളിക്കുന്നതന്നെ അങ്ങനെയാണ്. മലമുകളിൽ എൻ്റെ സമീപത്തേക്ക് കയറി വന്ന് കാത്തു നിൽക്കുക. അതാണ് ആദ്യത്തെ വാക്യം. പുറപ്പാട് 24:12. കർത്താവ് മോശയോട് അരുളി ചെയ്തു, മലമുകളിൽ എൻ്റെ സമീപത്തേക്ക് കയറി വന്ന് കാത്തു നിൽക്കുക. ദൈവമഹത്വത്തിന് മുമ്പ് ഒരു കാത്തിരിപ്പുണ്ട്. വെളിപാടിന് മുമ്പ് ഒരു നിശബ്ദതയുണ്ട്. വെളിപാടിന് മുമ്പ്, കർത്താവ് സംസാരിക്കുന്ന 7-ാം നാളിന് മുമ്പ് 6 ദിവസത്തെ കാത്തിരിപ്പുണ്ട്, 6 ദിവസത്തെ മൗനമുണ്ട് എന്ന് ഓർക്കണേ. അപ്പോൾ ഈ മേഘം സൂചിപ്പിക്കുന്നത്, മേഘം മോശയെ പൊതിയുകയാണ്. മേഘം കർത്താവിൻ്റെ സാന്നിധ്യമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, ദൈവത്തിൻ്റെ ഹിഡൻനെസ് ആണ്. അവൻ മറഞ്ഞിരിക്കുന്നതാണ് ആ മേഘം. കർത്താവിൻ്റെ രഹസ്യാത്മകത. മൂന്നാമത്തത് കർത്താവിൻ്റെ പരിശുദ്ധി. കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് കയറി നിശബ്ദതയോടെ കർത്താവിൻ്റെ സമീപത്തായിരിക്കുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധി, അവൻ്റെ മറവ്, അവൻ്റെ രഹസ്യാത്മകത, അവൻ്റെ പരിശുദ്ധി, അവൻ്റെ സാന്നിധ്യം നമ്മളെ പൊതിയുന്ന അനുഭവമുണ്ടാകും. അതായത് നോമ്പ് ഈസ് നോട്ട് ആൻ എസ്കേപ്പിസം. ഇന്ന് രാവിലെയും കൂടെ കുട്ടികൾ പറയുകയായിരുന്നു, എൻ്റെ കൂടെയുള്ള കുഞ്ഞുങ്ങൾ പറഞ്ഞൊരു കാര്യം, അത് കഴിക്കുന്നില്ല അച്ചോ, ഇത് കഴിക്കുന്നില്ല, ഇത് കഴിക്കുന്നില്ല, നല്ലതാണ്. അങ്ങനെ പലതും വേണ്ടെന്ന് വെക്കട്ടെ. പക്ഷേ ഒരു കാര്യം ഓർത്തേക്കണം, ലെൻഡ് ഈസ് നോട്ട് അബൌട്ട് എസ്കേപ്പിസം. എന്തിൽ നിന്നെങ്കിലും ഒളിച്ചോടി പോവല്ല. അതിനെ അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. പിന്നെന്താ? സെപ്പറേഷനാണ്, മാറി നിൽക്കുകയാണ്. മോശയെ ജനത്തിൽ നിന്ന് കർത്താവ് മാറ്റി നിർത്തിയത് ഒരധിക ദൈവാനുഭവം സമ്മാനിക്കാനാണ്. അപ്പോൾ ഇത് ഒളിച്ചോട്ടമല്ല ഒന്നിൽ നിന്ന്, മറിച്ച് മാറ്റി നിർത്തുകയാണ് നമ്മളെ തന്നെ കർത്താവിലേക്ക് കുറെ കൂടെ. അപ്പോൾ ആ വിചാരത്തോടെ നോമ്പിലേക്ക് പ്രവേശിക്കണം. ഗ്രിഗറി ഓഫ് നൈസ സഭാപിതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ട്രൂ വിഷൻ ഓഫ് ഗാഡ് കൺസിസ്റ്റ് ഇൻ നോട്ട് സീയിങ് ഹിം. യഥാർത്ഥ ദൈവദർശനം ഇരിക്കുന്നത് കർത്താവിനെ കാണുന്നതിലല്ല എന്ന്. എന്തൊരു ചിന്തയെന്ന് നോക്കി. യഥാർത്ഥ ദൈവദർശനം ഇരിക്കുന്നത് കർത്താവിനെ കാണുന്നതിൽ അല്ല, മറിച്ച് കർത്താവിൻ്റെ തിരുസാന്നിധ്യത്തിൻ്റെ അനുഭവത്തിലാണ്. കാഴ്ചയിൽ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഈ കാലത്ത് ആ സാന്നിധ്യാനുഭവത്തെ ധ്യാനിക്കാൻ മോശയുടെ ഈ അനുഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരിജൻ പറയുന്നൊരു കാര്യമുണ്ട്, മോസസ് എൻറ്റേഴ്സ് ഡാർക്ക്നെസ് നോട്ട് ടു ലൂസ് ഗോഡ് ബട്ട് ടു ഫൈൻഡ് ഹിം മോർ ഡീപ്ലി. മോശ ഇരുട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. അത് കർത്താവിനെ നഷ്ടപ്പെടുത്തി കളയാനല്ല, മറിച്ച് കുറെ കൂടെ ആഴമുള്ള ഒരു അനുഭവത്തിന് വേണ്ടിയിട്ട്. നോമ്പുകാലം അങ്ങനെയാണ്. കുറെ കൂടെ ആഴമുള്ളൊരു അനുഭവത്തിന് വേണ്ടി ചില ഇരുട്ടുകളിലേക്ക്, ചില ഞെരുങ്ങലുകളിലേക്ക് നമ്മളൊന്ന് മാറി നിൽക്കുകയാണ്. രണ്ടാമത്തെ വായന പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 11 വരെ. സാധാരണ 4 വായനകളും വായിക്കാൻ പറയും, ഇന്നും പറയുന്നു. ഇനിയിപ്പോൾ ഭയങ്കര തിരക്കാണ്, പറ്റുന്നില്ല, സാരമില്ല. പ്രഭാഷകന്റെ പുസ്തകം എങ്കിലും ഒന്ന് വായിക്കണേ, സുന്ദരമാണത്. പ്രഭാഷകന്റെ പുസ്തകം 2:1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അതിൽ 1-2 വാക്യങ്ങൾ. 5-ാം വാക്യം ഇങ്ങനെയാണ്, എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. ക്രൈസ്തവ യാത്രയിലെ സഹനത്തിൻ്റെ അനിവാര്യതയെ ഇതിലും നന്നായിട്ട് എങ്ങനെയാണ് വിശദീകരിക്കാൻ പറ്റുന്നത്? സഹനച്ചൂളയിൽ സ്വർണമെന്ന പോലെ നമ്മൾ ശുദ്ധരാക്കപ്പെടുകയാണെന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? പ്രിപ്പയർ ഫോർ ട്രയൽസ്. ഈ പ്രോസ്പെരിറ്റി ഗോസ്പൽ നല്ല മാർക്കറ്റുള്ള കാലത്ത് ഈ വചനം പഠിപ്പിക്കുന്നു, പ്രിപ്പയർ ഫോർ ട്രയൽസ്. പരീക്ഷണങ്ങൾക്ക് തയ്യാറാവുക. യുവർ ഫിഡലിറ്റി വിൽ ബി ടെസ്റ്റഡ്. നിൻ്റെ വിശ്വസ്തത പരിശോധിക്കപ്പെടും. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, ഡിലേ ഈസ് നോട്ട് അബാൻഡൻമെൻറ്റ്. സഹനകാലത്ത് കർത്താവ് ഇടപെടാൻ വൈകുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം യു ആർ അബാൻഡൻഡ് എന്നല്ല, നിന്നെ കൈവിട്ട് കളഞ്ഞു എന്നുള്ളതല്ല. നീ ശുദ്ധി ചെയ്യപ്പെടുന്ന കാലമാണത്. അഗസ്റ്റിൻ പറയുന്നൊരു കാര്യമുണ്ട്, ഗോഡ് ഡസ് നോട്ട് ടെസ്റ്റ് ടു നോ അസ്. നമ്മുടെ പലരുടെയും വിചാരം അതാണ്,
ദൈവം നമ്മളെ അറിയാൻ പരീക്ഷിക്കുകയാണ്. കർത്താവിന് നമ്മളെ അറിയാം, അതിന് പരീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗോഡ് ഡസ് നോട്ട് ടെസ്റ്റ് ടു നോ അസ്, ബട്ട് വി മേ നോ അവർസെൽസ്. നമ്മളെ അറിയാൻ സഹായകമാകുന്ന കാലമാണ് ഈ പരീക്ഷണ സഹനകാലങ്ങളെന്ന്. നമ്മുടെ തന്നെ മെറ്റൽ, നമ്മുടെ തന്നെ കണ്ടന്റ് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ചില ഞെരുക്കങ്ങൾ, സഹനങ്ങളുണ്ടോ, ഇറ്റ്സ് പ്രൂഫ് ഓഫ് ബിലോങ്ങിങ്നെസ്. കർത്താവിൻ്റെതാണ്, അതിൻ്റെ തെളിവ് കൂടിയാണതെന്ന് തിരിച്ചറിയണേ. ഹെബ്രായ ലേഖനത്തിലേക്ക് പോകാം. ഹെബ്രായ ലേഖനത്തിൽ നിങ്ങളത് വായിച്ചു നോക്കണം. അല്പം കട്ടിയായിട്ട് തോന്നും, പക്ഷേ അത് വളരെ ലോജിക്കലാണ്. ഹെബ്രായ ലേഖനം, അവിടെ നമ്മൾ വായിക്കുന്ന കാര്യം ഇതാണ്: ഈശോ നമ്മുടെ പാപത്തെ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ചു. അപ്പോൾ കർത്താവ് നമ്മളും കൂട്ടായ്മയിലായി. അങ്ങനെയാണെങ്കിൽ കുരിശിലൂടെ ലഭിച്ച രക്ഷ നമുക്ക് ലഭിക്കാതിരിക്കുമോ? നമ്മളെ അവൻ വഹിച്ചുകൊണ്ട് കുരിശിൽ മരിച്ചു, പാടുപിടകളിലൂടെ, സഹനങ്ങളിലൂടെ കടന്നുപോയി. ആ സഹനം നമുക്ക് രക്ഷയായി ഭവിച്ചു. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ജീസസ് വാസ് മെയ്ഡ് പെർഫെക്റ്റ് ത്രൂ സഫറിങ്. സഹനത്തിലൂടെയാണ് ഈശോ പൂർണ്ണനാക്കപ്പെടുന്നത്. അപ്പോൾ അതിനകത്തൊരു അപകടമുള്ളത്, ഇതൊരു മോറൽ പെർഫെക്ഷനെ കുറിച്ചല്ല പറയുന്നത് കേട്ടോ. എന്നുവെച്ചാൽ മോറൽ പെർഫെക്ഷൻ എന്താ? അതിന് മുമ്പ് ഈശോ പെർഫെക്റ്റ് അല്ലായിരുന്നു, സഹനത്തിലാണ് ഈശോ പെർഫെക്റ്റ് ആയത്. അങ്ങനെയല്ല, മറിച്ച് ഈശോയുടെ ദൗത്യത്തിൻ്റെ പൂർത്തീകരണം നടന്നത് ആ അർത്ഥത്തിലാണ്. ഈശോയുടെ മിഷൻ അക്കംപ്ലിഷ്ഡ് ആയത് സഹനത്തിലാണ്, അവൻ്റെ കുരിശു മരണത്തിലാണ്. അപ്പോൾ ആ കുരിശു മരണത്തിൽ നമ്മൾ പാർട്ടേക്ക് ചെയ്യണമെന്ന്, നമ്മളും പങ്കുകാരാകണം. അതാണ് CCC 618 പറയുന്നുണ്ട്, ക്രൈസ്റ്റ് calls his disciples to take up the cross. Christ calls his disciples to take up the cross. കർത്താവ് തൻ്റെ അനുയായികളെ കുരിശെടുക്കാൻ ക്ഷണിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ ഈ നോമ്പ് കാലം, ഇറ്റ്സ് നോട്ട് അബൌട്ട് ഇമിറ്റേഷൻ ബട്ട് അബൌട്ട് പാർട്ടിസിപ്പേഷൻ. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. നോമ്പ് കാലം ഇമിറ്റേഷൻ അല്ല, കർത്താവിനെ അനുകരിക്കാനുള്ള ശ്രമങ്ങളല്ല, മറിച്ച് കർത്താവിൽ പങ്കുചേരാനുള്ള ശ്രമങ്ങളാണ്. ലെൻഡ് ഈസ് നോട്ട് അബൌട്ട് ഇമിറ്റേഷൻ ബട്ട് അബൌട്ട് പാർട്ടിസിപ്പേഷൻ എന്ന് ഓർത്തു വയ്ക്കണേ. ഇനിയും സുവിശേഷത്തിലേക്ക് വരാം. മത്തായി സുവിശേഷം. പ്രലോഭനങ്ങളാണ് ഈശോയ്ക്ക് നേരിടേണ്ടി വന്ന 3 പ്രലോഭനങ്ങൾ. ആദ്യത്തെ നമ്മുടെ സംശയം എന്താ? എന്തുകൊണ്ടാണ് ഈശോയ്ക്ക് ഈ പ്രലോഭനമൊക്കെ നേരിടേണ്ടി വന്നത്? അതിൻ്റെ ഉത്തരം അംബ്രോസ് പിതാവ് പറയുന്നുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്: ക്രൈസ്റ്റ് വാസ് ടെംപ്റ്റഡ് സോ ദാറ്റ് വി മൈറ്റ് ലേൺ ഹൗ ടു കോൺകർ. Christ was tempted so that we might learn how to conquer. കർത്താവ് പരീക്ഷിക്കപ്പെട്ടു. എന്തുകൊണ്ട്? എങ്ങനെയാണ് കീഴടക്കേണ്ടതെന്ന് അതിനാലേ നമ്മൾ പഠിക്കും. പിശാചിനാൽ കർത്താവ് പരീക്ഷിക്കപ്പെട്ടതുകൊണ്ട് എങ്ങനെയാണ് പിശാചിനെ തോൽപ്പിക്കേണ്ടതെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചില്ലേ? ഇതാണ് അംബ്രോസ് പിതാവ് ചോദിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം കൊണ്ടും കർത്താവിലുള്ള ആശ്രയത്വം കൊണ്ടും പിശാചിനെ ഈശോ തോൽപ്പിച്ചെങ്കിൽ നമുക്കുള്ള പാഠമാണിത്. ദൈവവചനം, കർത്താവിലുള്ള ആശ്രയത്വം നമ്മളെ പിശാചിൽ നിന്നും അവൻ്റെ തന്ത്രങ്ങളിൽ നിന്നും കാക്കുമെന്ന് തിരിച്ചറിയണം. ഇതിനകത്ത് ഈ 3 പ്രലോഭനങ്ങളുടെ രീതികളെക്കുറിച്ച്, മെറ്റീരിയലിസം, ഒപ്പം തന്നെ ഈ അധികാരത്തിലുള്ള മോഹം, സ്വന്തം തന്നെ മഹത്വം കാക്ഷിക്കുന്ന ശൈലി, ഇതൊക്കെ ഇവിടുത്തെ പ്രലോഭനത്തിൻ്റെ ശൈലികളാണ്. അത് നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഇന്ന് ഒത്തിരി മറ്റ് പല ചിന്തകളും കേൾക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിന് ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ ഒരു ആശയം പറയാം. ഈശോയുടെ ഈ പ്രലോഭനത്തിൻ്റെ എപ്പിസോഡിലെ മരുഭൂമിയിൽ ഈശോ പ്രലോഭനത്തിന് വിധേയനായ ഒരു സമയം, അതിൻ്റെ തൊട്ട് മുമ്പും തൊട്ട് പിന്നാലെയും ഒരാളുടെ സാന്നിധ്യം കാണാൻ പറ്റും. ആരുടെ എന്നറിയാമോ? പരിശുദ്ധാത്മാവിൻ്റെ. അതായത് ഈശോയുടെ ആ പ്രലോഭനം എപ്പിസോഡ് അത് സാൻഡ്വിച്ച് ചെയ്യപ്പെട്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താലെ. നമ്മൾ വായിക്കുന്നത്, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. പ്രലോഭനത്തിന് തൊട്ട് മുമ്പ് ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. പ്രലോഭനം കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? മാമോദീസ. പരിശുദ്ധാത്മാവ് പ്രാവിൻ രൂപത്തിൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. അപ്പോൾ പരിശുദ്ധാത്മാവുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? അപ്പോൾ ഓർത്തേക്കരുത് ഫ്രണ്ടിലും ബാക്കിലും ഉള്ളെന്ന് അല്ല, ഈ സമയത്തും ഉണ്ട്. പ്രലോഭനത്തിന് മുമ്പും പ്രലോഭനത്തിൻ്റെ നേരത്തും പ്രലോഭനങ്ങൾക്ക് ശേഷവും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ്. അത് തിരിച്ചറിയണം. പ്രലോഭനത്തിലേക്ക് നീ വലിച്ചെറിയപ്പെടുമ്പോൾ അതിന് മുമ്പ് പരിശുദ്ധാത്മാവ് നിന്നോടൊപ്പമുണ്ട്. പ്രലോഭനത്തിൻ്റെ നേരത്ത് പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കുന്നുണ്ട്, നിന്നെ പൊതിയുന്നുണ്ട്. പ്രലോഭനം കഴിയുമ്പോൾ അധിക അഭിഷേകം കൊണ്ട് നിന്നെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തുന്നുണ്ട് എന്ന് തിരിച്ചറിയണം. എഫ്രൈം പിതാവ്, സഭാപിതാവായ സുറിയാനി സഭാപിതാവായ അപ്രയും ഇതിനെക്കുറിച്ച് പറയുന്നൊരു സുന്ദരമായ വാക്യം കേൾക്കണോ? ഒരുപക്ഷെ ഇന്നത്തെ മറ്റ് ചിന്തകളൊക്കെ മറന്നാലും ഈ ഒരെണ്ണം മാത്രം ഇങ്ങനെ ഒന്ന് കേട്ട് ലൂപ്പിലിട്ട് കേൾക്കുക എന്ന് പറയത്തില്ലേ, പിന്നെയും ഒന്ന് സമാധാനത്തോടെ ഇരുന്നാൽ എന്തൊരു പ്രാർത്ഥന എന്നറിയാമത്. അപ്രയും പിതാവ് പറയുന്നത്,
Adam fell among trees. Adam fell among trees. Christ conquered in the desert. Adam fell among trees. Christ conquered in the desert. മരങ്ങൾക്കിടയിൽ ആദം വീണു, മരുഭൂമിയിൽ മിശിഹ ജയിച്ചു. മരങ്ങൾക്കിടയിൽ, ഒരുപാട് ദൈവാനുഗ്രഹങ്ങളുടെ മരങ്ങൾക്കിടയിലാണ്, ഏദന്റെ സമൃദ്ധിക്ക് നടുവിലാണ് ആദം. എന്നിട്ടും ആദം വീണുപോയി. മരുഭൂമി ഒറ്റപ്പെട്ട സ്ഥലമാണ്. അവിടെ ഒരു പച്ചത്തുരുത്തില്ലാതെ ഇരിക്കുന്ന നേരത്ത്, വേറൊരു കനിവ് കിട്ടാനില്ലാത്ത നേരത്ത് അവിടെയും ഈശോ പിശാചിനെ തോപ്പിക്കുന്നു. എല്ലാ സമൃദ്ധിയുടെ നടുക്ക് ആദം പിശാചിന്റെ കെണിയിൽ വീണുപോയെങ്കിൽ മരുഭൂമിയിൽ ഈശോ പിശാചിനെ തോപ്പിക്കുന്നു. നമ്മൾ പലരും വീണു പോകുന്നത് മരങ്ങൾക്കിടയിലാണ്. ഒത്തിരി ദൈവാനുഗ്രഹം സ്വീകരിച്ചവരാണ് നമ്മൾ, ഒത്തിരി അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ കണ്ടവരാണ്, ഏദനിൽ ജീവിക്കുന്നവരാണ്. എന്നിട്ടും ആ മരങ്ങൾക്കിടയിൽ നമ്മൾ വീണു പോകുന്നെങ്കിൽ, കർത്താവേ, മരുഭൂമിയിലും മരുഭൂമിയുടെ ഊഷരതയിലും കൊടിയ കാഠിന്യത്തിലും കഠോര ചൂടിലും പിശാചിനെ തോൽപ്പിച്ചവനെ, നിന്റെ ആത്മാവിൻ്റെ പങ്ക് ഞങ്ങളെയും ബലപ്പെടുത്തട്ടെ, പിശാചിൻ്റെ പ്രലോഭനങ്ങൾക്ക് വീണു പോകാതിരിക്കാൻ. ഇനിയും ഈ നോമ്പ് കാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ 4 വായനകളുടെ കണക്ഷൻ ഓൾറെഡി പറഞ്ഞു, പക്ഷേ മറ്റൊരു ഡയമെൻഷനിൽ ഈ 4 വായനകൾ കണക്ട് ചെയ്യട്ടെ. അതെന്നറിയാമോ? ക്രിസ്തീയ പുണ്യപ്രവൃത്തികൾ ഏതൊക്കെ? വേഗം ഒന്ന് പറഞ്ഞു നോക്കിക്കോ. ഒരുമിച്ചിരുന്നാൽ കേൾക്കുന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറ. ശരി ഉത്തരം പറയുന്നവർക്ക് സമ്മാനം കൊടുക്ക്. ഒരുമിച്ചിരുന്നല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ടൊന്ന് ഓർത്തെങ്കിലും നോക്ക്, തിരിച്ചു കിട്ടുന്നുണ്ടോ റീകോൾ ചെയ്ത് നോക്ക്. ക്രിസ്തീയ പുണ്യപ്രവൃത്തികൾ 3 ഏതൊക്കെയത്? പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം. പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം. ഇന്നത്തെ 3 വായനകളിൽ, ആദ്യത്തെ 3 വായനകളിൽ ഇത് 3 കാണാൻ പറ്റും. ഒന്നാമത്തത്, മോശ മലമുകളിലേക്ക് പോകുന്നു, ദൈവമഹത്വത്തിന്റെ ചാരത്ത് മോശ നിൽക്കുന്നു. എന്താണത്? പ്രാർത്ഥന. പ്രയർ ഈസ് ആഫ്റ്റർ ഓൾ ബീയിങ് അറ്റ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ചാരത്തിരിക്കുന്നല്ലേ പ്രാർത്ഥന. പ്രാർത്ഥനയിൽ ഈ നോമ്പ് കാലത്ത് വളരണേ. 2, സ്വർണം അഗ്നിശുദ്ധി വരുത്തുന്നത് പോലെ പരീക്ഷണങ്ങളിലൂടെ, ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകണമെന്ന്, ഫർണസ് എക്സ്പീരിയൻസിലൂടെ കടന്നു പോകണമെന്ന്. എന്താണത്? ഉപവാസം. നോമ്പും ഉപവാസവും പരിത്യാഗ പ്രവർത്തികൾ. 3, മിശിഹായോട് നമ്മളെ തന്നെ പങ്കുകാരാക്കണം, ചേർത്ത് നിർത്തണം. എന്താണത്? ദാനധർമ്മം. ആത്മദാനത്തിൻ്റെ വലിയ മാതൃക പഠിപ്പിച്ച ഈശോയുടെ ശൈലിയാണ് ചാരിറ്റി, ഉപവി. അപ്പം അത് ജീവിക്കണം. ഈ 3 ശൈലിയിൽ, പ്രാർത്ഥനയിൽ, ഉപവാസത്തിൽ, ദാനധർമ്മത്തിൽ നമുക്കൊരു സമൂഹമായി ഒരുമിച്ച് ഈ നോമ്പ് കാലത്ത് വളരാം. സാധിക്കുന്നവരൊക്കെ നോമ്പെടുക്കുക, പ്രാർത്ഥനയ്ക്ക് അധിക നേരം കൊടുക്കുക, പരിത്യാഗ പ്രവർത്തികൾ ചെയ്യുക, ദാനധർമ്മത്തിൽ ശ്രദ്ധ കൊടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവേ, ആദം മരങ്ങൾക്കിടയിൽ വീണപ്പോൾ നീ മരുഭൂമിയിൽ വിജയം കണ്ടെത്തിയല്ലോ. മരങ്ങൾക്കിടയിൽ വീണു പോകുന്ന ഞങ്ങൾക്ക് മരുഭൂമിയിൽ വിജയിച്ച നിന്റെ കൃപ ശക്തി പകരട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.